ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ആ ചാപ്റ്ററിന്റെ പേരാണ് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്, ഫോർ ദി കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നമുക്ക് ക്യൂരിയസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളെ പോലെയുള്ള ഒരു ഓർഗാനിസം ഈ ഭൂമിയിൽ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലൂടെയാണ് വന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കേസിൽ മാത്രമല്ല, ബാക്കിയുള്ള ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസം മുതൽ ഏറ്റവും ഹയർ ആയിട്ടുള്ള ഓർഗാനിസംസ് വരെ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണ് വന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സറൗണ്ടിങ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസംസും ഫൈനലി എല്ലാ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഫൈനലി ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു ഫേസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാ ഓർഗാനിസിന്റെയും കേസിൽ അങ്ങനെയാണ്. ഇപ്പം ആനിമൽസിന്റെ കേസിലായിക്കോട്ടെ, പ്ലാന്റ്സിന്റെ കേസിലായിക്കോട്ടെ, അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള ഓർഗാനിസിന്റെ കേസിലായിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഫൈനലി അവർ നശിച്ചു പോകും അല്ലെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം നമ്മളുടെയൊക്കെ കേസിൽ നോക്കുവാണെങ്കിൽ, ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മൾ ഓരോ ദിവസവും നോക്കുമ്പോഴും ചിലപ്പം ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ പ്രത്യേകിച്ച് ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസിന്റെ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെന്റിൽ എന്തായിട്ട് നിൽക്കുന്നുണ്ട്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഈ പ്രോസസ്സുകൾ പല പല ഓർഗാനിസത്തിൽ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ ഇത്തരത്തിൽ നമ്മളൊരു ജനറേഷനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമ്മളുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന രണ്ടുപേര്, അവർ രണ്ടുപേരും ചേർന്ന് അവർക്ക് ഒരു ഓസ്പ്രിങ് ഉണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവും. അപ്പൊ അവരുടെ ജനറേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം ഈ കുട്ടി വേറൊരാളെ മാരി ചെയ്ത്, അല്ലെങ്കിൽ ഒരാളുമായിട്ട് അവര് മെയ്റ്റ് ചെയ്ത് അടുത്ത ഒരു ജനറേഷൻ എന്ത് ചെയ്യും, വീണ്ടും ഫോം ചെയ്യും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാതെ അതിന് ഒരു പർട്ടിക്കുലർ നമ്പറിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ എൻവയോൺമെന്റിലുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ജനറേഷൻ, ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ജനറേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പീഷീസ് അതിന്റെ ജനറേഷൻ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ, ആ ജനറേഷന്റെ കണ്ടിന്യൂവിറ്റി അവിടെ നടക്കത്തുള്ളൂ. അപ്പോ മെയിൻലി രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് നമുക്ക് നമ്മുടെ നേച്ചറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് കാണപ്പെടുന്നത്. ഒന്നാമത്തേത് അസെക്ഷുവൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തേത് സെക്ഷുവൽ റീപ്രൊഡക്ഷനും. മോസ്റ്റ് കോമൺലി ലോവർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഒബ്സർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പേരന്റ് മാത്രമായിരിക്കും ഈ ഒരു റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നത്. അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ പേരന്റ് വേണമെന്ന് നിർബന്ധമില്ല, അവിടെ ഏതെങ്കിലും ഒരു പേരന്റ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു പുതിയൊരു ഓസ്പ്രിങ് അല്ലെങ്കിൽ പുതിയൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗമേറ്റ്സുകൾ, അല്ലെങ്കിൽ എഗ് അല്ലെങ്കിൽ സ്പേം പോലെയുള്ള റീപ്രൊഡക്റ്റീവ് സെൽസുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, അതേസമയത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ രണ്ട് പേരൻസും ഇൻവോൾവ് ആയിരിക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസ് ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ഗമേറ്റ്സിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഗമേറ്റ്സിന്റെ ഫ്യൂഷനോട് കൂടി ആയിരിക്കും അവിടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് രണ്ട് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു കേസ് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫേസ്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസം, ഇപ്പൊ ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെയുള്ള പ്രോട്ടിസ്റ്റ്,
അങ്ങനെയുള്ള ലോവർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അവയ്ക്ക് ഏതെങ്കിലും ഒരു പേരന്റ് ആയിരിക്കും അത് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഗമേറ്റ്സിന്റെ ഫോർമേഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ എക്സാക്ട്ലി, അതായത് എങ്ങനെയാണോ പേരന്റ് സെൽ ഇരുന്നത് അതുപോലെ തന്നെയായിരിക്കും എന്ത് ഫോം ചെയ്തേക്കുന്നത്, അതിന്റെ ഓസ്പ്രിങ്സും അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനും ഫോം ചെയ്തേക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേസമയം സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ എന്താണ്, രണ്ട് പേരന്റ്സും അവിടെ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെയും ഗ്യാമേറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് പേരന്റ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ടായിരിക്കും. ഒരു പേരന്റിന്റെ മാത്രമായിരിക്കത്തില്ല, രണ്ടു പേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവർ കറക്റ്റ് ആയിട്ട് പേരന്റിനോട് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എക്സാക്ട്ലി നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കുവാണെങ്കിൽ കുറെയൊക്കെ രീതിയിൽ നമ്മൾ അവരുമായിട്ട് സിമിലർ ആയിരിക്കും. പക്ഷെ എക്സാക്ട്ലി അങ്ങനെ ആയിരിക്കുമോ? അല്ല. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ ലോവർ ആയിട്ടുള്ള ഓർഗാനിസിൽ കാണപ്പെടുന്ന ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു അസെക്ഷുവൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഓർഗാനിസിൽ നടക്കുന്നത്, അതായത് രണ്ട് പേരന്റ്സ് ഇൻവോൾവ് ആവാതെ എങ്ങനെയാണ് പുതിയൊരു ജനറേഷൻ അവിടെ ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന്. എന്താണ്, ഒരു സിംഗിൾ പേരന്റിൽ നിന്നുമായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്, യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലെ? ഒരു സിംഗിൾ പേരന്റിൽ നിന്നുമായിരിക്കും യങ് വൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവിടെ ഗമേറ്റ്സിന്റെ ഫോർമേഷൻ നടക്കുന്നില്ല. അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെങ്കിൽ ഗമേറ്റ്സ് എന്ന് പറയുന്നത്, എഗ് അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്ന ഒരു ഗമേറ്റിക് ആയിട്ടുള്ള സെൽസ്. ഇപ്പൊ നമ്മളുടെ ഒക്കെ കേസിൽ, ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ അപ്പൊ നോക്കുവാണെങ്കിൽ അവിടെ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കേസിൽ എന്താണ്, ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ അവിടെ എന്ത് നടക്കുന്നില്ല, ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ് ആയിരിക്കും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് ഏറ്റവും പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഏറ്റവും ലോവർ ഓർഗാനിസിൽ കാണപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും ആദ്യം ഫോം ചെയ്തത് ആരാണ്, ലോവർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ് ഈ പറയുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസത്തിലുമായിരിക്കും ഈ പറയുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ തന്നെ പല ഓർഗാനിസംസും പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഒരു ഓർഗാനിസം നടത്തുന്നത് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഓരോ ഓർഗാനിസത്തിലും ചിലപ്പം അതിൽ തന്നെ എന്ത് കാണും, വേരിയേഷൻസ് കാണും. അപ്പൊ അത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഡിഫറെന്റ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഒരു ലോവർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്നത്, അല്ലെ? ഈ ബാക്ടീരിയ എങ്ങനെയായിരിക്കും ഒരു നെക്സ്റ്റ് ഒരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഇമേജ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതൊരു ബാക്ടീരിയയുടെ സെല്ലാണ്, അല്ലെ? ഇതൊരു ബാക്ടീരിയ സെല്ലാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്, അല്ലെ? അപ്പം ഈ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ കേസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ സെല്ലിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്തിരുന്നു, ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ബാക്ടീരിയയുടെ കേസിൽ ഇതൊരു സിംഗിൾ സെൽ ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ഒരൊറ്റ സെല്ല് കൊണ്ട് മേഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസം ആണ് എന്തെന്ന് പറയുന്നത്, ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അസെക്ഷുവൽ മെത്തേഡിലൂടെ ആയിരിക്കും. അവിടെ ഫീമെയിൽ ബാക്ടീരിയ, മെയിൽ ബാക്ടീരിയ അങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഏത് ഒരു ബാക്ടീരിയ ആണെങ്കിലും അതൊരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അവയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഒരു ജനറേഷനെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇത് ബൈ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ബാക്ടീരിയ അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെല്ല് ചുമ്മാ അങ്ങ് ഡിവൈഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഒരു സെല്ല് ഉണ്ടായിരുന്നു, ബാക്ടീരിയൽ സെല്ല്. ആ ബാക്ടീരിയൽ സെല്ല് എന്തുണ്ട്,
ഒരു ന്യൂക്ലിയോയിഡ് അല്ലെങ്കിൽ ഒരു ജനറ്റിക് മെറ്റീരിയലും ഉണ്ട്, ഒരു പ്ലാസ്മിഡും ഉണ്ട്. അത് നമ്മുടെ ബാക്ടീരിയയുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ പ്ലാസ്മിഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം സെൽ എന്ത് ചെയ്തു, അവിടെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ട് നിന്ന സെല്ല് എന്ത് ചെയ്തു, പതിയെ 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 എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് എന്തുണ്ടായി, രണ്ട് പുതിയ ബാക്ടീരിയാസ് അവിടെ ഫോം ചെയ്തു. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ബാക്ടീരിയയില് എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ജനറേഷനെ അവര് ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ സിംപ്ലി ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സെല്ലുള്ള നമ്മുടെ ബാക്ടീരിയ എന്ത് ചെയ്തു, റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, അവർ മെച്ചൂർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്തു, അവരുടെ സെല്ലിനെ അവര് എന്ത് ചെയ്തു, രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് പുതിയ ന്യൂ ബാക്ടീരിയൽ സെൽസ് എന്ത് ചെയ്തു, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നും ഫോം ചെയ്തു. ഇതിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. രണ്ട് സെല്ലിനും എന്താണ്, എന്താണ് നമ്മുടെ പേരന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാക്ട്ലി അതിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും എന്തിൽ വരുന്നത്, ന്യൂലി ഫോംഡ് ആയിട്ടുള്ള സെല്ലിലും ബാക്ടീരിയൽ സെല്ലിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അത്രയും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആരിൽ കാണപ്പെടുന്നത്, നമ്മുടെ ബാക്ടീരിയാസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാ ഓർഗാനിസവും, അല്ലെങ്കിൽ ഇപ്പൊ ബാക്ടീരിയയുടെ എല്ലാ കേസിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളുടെ സെല്ലിന്റെ ചാപ്റ്റർ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നുമാണ് പുതിയ ഒരു സെല്ല് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു, അല്ലെ? ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നുമാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിനകത്തും ഫോളോ ചെയ്തേക്കുന്നത്. ഒരു സെല്ല് എന്ത് ചെയ്തു, ഈക്വലി ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറി, പുതിയ രണ്ട് ബാക്ടീരിയൽ സെല്ലായിട്ട് മാറി. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാക്ടീരിയയിലെ എന്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതും അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇതെന്താണ്, ലോവർ ആയിട്ടുള്ള ഓർഗാനിസിൽ കാണപ്പെടുന്നതാണ്, സിംഗിൾ പേരന്റ് ആണ്, അല്ലെ? സിംഗിൾ പേരന്റിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്, വേറൊരു പുതിയൊരു പേരന്റ് വന്ന് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഗ്യാമേറ്റിന്റെ ഫോർമേഷൻ ഒന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതുപോലെ എന്താണ്, പുതിയതായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെല്ലിൽ നിന്നും അവിടെ എന്ത് ഫോം ചെയ്തു, രണ്ട് ഡോട്ടർ സെൽസ് അവിടെ ഫോം ചെയ്തു. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആരുടെ കോപ്പി ആയിരിക്കും, പേരന്റൽ സെല്ലിന്റെ കോപ്പി ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ എക്സിസ്റ്റിംഗ് സെല്ലിന്റെ ഓൾറെഡി ഉള്ള നമ്മുടെ സെല്ലിന്റെ തന്നെ എക്സാക്ട് കോപ്പി ആയിരിക്കും നമ്മുടെ ഡോട്ടർ സെൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ വന്നു കഴിയുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും ഈ പറയുന്ന ഓർഗാനിസിൽ നടന്ന ബൈനറി ഫിഷനിലൂടെ കൂടുതൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഓർഗാനിസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ബാക്ടീരിയയുടെ ഒന്നും നമ്പർ കുറയാത്തത്. മനസ്സിലായോ? അവർ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഡിവൈഡ് ചെയ്ത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നമ്പർ ഓഫ് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്ന ബാക്ടീരിയാസ് ഒന്നും തന്നെ അതിന്റെ നമ്പറിലൊന്നും വലിയ കുറവൊന്നും ഇല്ലാത്തത്. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരുന്നു, സെക്ഷലും അസെക്ഷലും. അതിനകത്തെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ പല മോഡുകളാണ് നമ്മൾ പഠിച്ചത്. പല രീതിയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. അതിനകത്തെ ഒന്നാമത്തെ പേരാണ്, ഓർത്ത് വെക്കേണ്ടത് ഇതാണ്, ബൈനറി ഫിഷൻ. ആരിലാണ് കാണപ്പെടുന്നത്, ബാക്ടീരിയയിൽ. ഓക്കെ, അത് ഓർത്തോണം. ബൈനറി ഫിഷൻ ആരിലാണ് കാണപ്പെടുന്നത്, ബാക്ടീരിയയിൽ. അതുപോലെ തന്നെ ബൈനറി ഫിഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓർഗാനിസം ആണ് അമീബ എന്ന് പറയുന്നത്. അമീബ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, അമീബ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരുന്നു. അപ്പൊ അവരും എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ചെയ്യുന്നത് സെയിം മെത്തേഡ് ആണ്. അമീബയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. അവർക്ക് എന്താണ്, കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ, ഇതൊരു അമീബയാണെന്ന് കൺസിഡർ ചെയ്യുക. അമീബ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് പയ്യെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ടാവും അല്ലെങ്കിൽ ഡിവൈഡ് ആവും. എന്നിട്ട് ഈ പറയുന്ന ഒരു അമീബയിൽ നിന്നും രണ്ട് അമീബ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, അമീബയിലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അതും ബൈനറി ഫിഷൻ തന്നെയാണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ബൈനറി ഫിഷൻ നമുക്ക് ബാക്ടീരിയാസിലും അതുപോലെ തന്നെ എന്തിലും ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമ്മുടെ അമീബയിലും ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ
എന്താണ് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മറ്റേ പ്ലാന്റിൽ ചെയ്യുന്ന ബഡ്ഡിംഗ് അല്ല, അതും ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ എന്നാലും ചില ലോവർ ഓർഗാനിസത്തിന്റെ കേസിൽ ബഡ്ഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് അല്ലെങ്കിൽ അസെക്ഷൽ മെത്തേഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. നോർമലി ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈഡ്ര പോലുള്ള ഓർഗാനിസത്തിലാണ്. അപ്പൊ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹൈഡ്ര. ഓക്കെ, ഇതാണ് ഇതിന്റെ പാരന്റൽ ആയിട്ടുള്ള ഹൈഡ്ര, അതായത് പാരന്റ് ഹൈഡ്രയാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഹൈഡ്രയിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് ഹൈഡ്രയുടെ ഈ ഒരു പർട്ടിക്കുലർ റീജിയണിലായിട്ട് ഒരു എന്ത് കാണപ്പെടുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രോത്തിനെയാണ് നമ്മൾ ബഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ബഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ് ഈ പേരന്റിന്റെ ബോഡിയിൽ തന്നെ നിന്ന് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ സെക്കൻഡ് ഫേസിൽ കാണിക്കുന്നത് ഈ പറയുന്ന ബഡിന്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഗ്രോ ചെയ്ത് ഫൈനലി അത് ഒരു മെച്യൂരിറ്റി എത്തി അല്ലെങ്കിൽ അതിന് ഓക്കെ പുതിയതായിട്ട് ഒരു ഓർഗാനിസം അതിന് മാറാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? പേരന്റൽ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്ത ഈ ഒരു ഹൈഡ്ര എന്തായിട്ട് മാറും? പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ആയിട്ട് അവിടെ മാറും. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ്, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. കോമൺലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബഡ്ഡിങ് ആരിലാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഹൈഡ്രയില്. ബൈനറി ഫിഷിന് ആരിലായിരുന്നു? നമ്മുടെ ബാക്ടീരിയാസില്. ക്ലിയർ അല്ലേ? അപ്പോ ഇതിനകത്ത് ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഇത്ര മാത്രമേ ഉള്ളൂ. പേരന്റിന്റെ ബോഡിയിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ബഡ് ഫോം ചെയ്യും. ഓക്കെ, ഒരു ബഡ് ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കാണും. ആ ഗ്രോത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ബഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ് പതിയെ പേരന്റിന്റെ ബോഡിയിൽ തന്നെ ഇരുന്ന് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. അതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പേരന്റൽ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് അതൊരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ട് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് വരികയായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ആരില് നമുക്ക് റീപ്രൊഡക്ഷൻ കാണാൻ പറ്റുന്നത്? ഹൈഡ്ര എന്ന് പറയുന്ന ഓർഗാനിസത്തില് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡിനെ എന്താണ് പറയുന്നത്? ബഡ്ഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലും എന്താണ്? ഒരു സിംഗിൾ പേരന്റ് ആണ് ഇൻവോൾവ് ആയേക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഗമേറ്റ് ഫോർമേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ബഡ്ഡിംഗ് എന്താണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. പേരന്റൽ ബോഡിയിൽ എന്ത് ഫോം ചെയ്യും? ബഡ് ഫോം ചെയ്യും. അത് ഗ്രോ ചെയ്ത് എന്താണ് കംപ്ലീറ്റ്ലി ഗ്രോത്ത് നടന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അവർ പേരന്റൽ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യും? സെപ്പറേറ്റഡ് ആവും. അങ്ങനെ സെപ്പറേറ്റഡ് ആയി കഴിയുമ്പോൾ അവര് ഡെവലപ്പ് ചെയ്ത് എന്ത് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ആ പുതിയ ഓർഗാനിസത്തിൽ വീണ്ടും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബഡ് ഫോം ചെയ്യും. ഇതേപോലെ തന്നെ ആ ബഡ് ഗ്രോ ചെയ്യും. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ബഡ് അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പേരന്റൽ ബോഡിയിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും. ഈ ഒരു രീതിയിലാണ് ആരില് റീപ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജനറേഷനെ കണ്ടിന്യൂ ചെയ്യുന്നത്? ഹൈഡ്രയില് ബഡ്ഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റുന്നത്. ഇനി വേറൊരു ഓർഗാനിസത്തിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗസിന്റെ ഒക്കെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫംഗസ് ഒക്കെ കാണപ്പെടുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ അതും അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നെയാണ്. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്പോറുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സ്പോറുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സ്പോറുലേഷൻ എന്താണെന്നും എങ്ങനെയാണ് ഈ സ്പോർസ് ഒക്കെ ഫോം ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഫംഗസിലൊക്കെ കാണപ്പെടുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഫംഗസിന്റെ കേസിൽ നമ്മൾ കോമൺലി കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പൊ ഈ മെത്തേഡില് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫംഗസില് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് സ്പൊറാഞ്ചിയംസ് ഉണ്ട് അല്ലെ? ഇതിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഓക്കെ, സ്പൊറാഞ്ചിയ. അപ്പോ ഈ സ്പൊറാഞ്ചിയയിൽ എന്തുണ്ട്? ഒരുപാട് സ്പോർസുകളുണ്ട്. ഓക്കെ, ഒരുപാട് സ്പോർസുകളുണ്ട്. ഈ ഓരോ സ്പോർസിനും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫംഗസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉള്ള സ്പോർസുകളാണ്. പക്ഷേ ഈ പറയുന്ന ഒരു ഇമേജ് നമുക്ക് നോക്കുമ്പോൾ ഈ സ്പൊറാഞ്ചിയയിൽ എന്താണ്? കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്തിട്ടാണ് ഈ സ്പോർസ് എല്ലാം കാണപ്പെടുന്നത്. അത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഈ ഒരു രീതിയിലായിരിക്കും എന്തിരിക്കുന്നത്? നമ്മുടെ സ്പൊറാഞ്ചിയയിൽ ഭയങ്കര സെക്യൂർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതേസമയം ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്നത്. ഫേവറബിൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമം ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ, അതുപോലെ തന്നെ
വാട്ടറിന്റെ എമൗണ്ട് ഇങ്ങനെയെല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അവരെന്നാ ചെയ്യും, ഈ പറയുന്ന സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന അവിടെ ബേസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പൊട്ടും. ഇങ്ങനെ പൊട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന്റെ അകത്തുള്ള സ്പോർട്സുകള് സറൗണ്ടിങ്സിലേക്ക് എന്ത് ചെയ്യും, റിലീസ് ആവും. ഇങ്ങനെ റിലീസ് ആയി കഴിഞ്ഞിട്ട് നമ്മളുടെ റിലീസായി എവിടെ ചെന്ന് ഏതൊരു സർഫസിലാണോ ചെന്ന് വീഴുന്നത് ആ സർഫസിൽ നിന്നും പുതിയ ഇതുപോലെയുള്ള എന്തിനെ ഫോം ചെയ്യിപ്പിക്കും, അടുത്ത ഒരു ഫംഗസിന്റെ ഫോർമേഷന് കാരണമാകും. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ സ്പൊറാഞ്ചിയയിലെ സ്പോർട്സ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ വീണ്ടും അത് ബേസ്റ്റ് ചെയ്ത് സറൗണ്ടിങ്സിലേക്ക് റിലീസ് ചെയ്തിട്ട് അതൊരു പുതിയ ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ട് മാറും. ഈ ഒരു രീതിയിൽ നമ്മുടെ ഫംഗസിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതൊരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ സ്പോറുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, സ്പോറുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്പോറുലേഷൻ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം. ഇതൊരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇത് ഫംഗസിലാണ് ഒബ്സർവ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് റീപ്രൊഡക്റ്റീവ് സെൽസിനെയാണ് നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സ് എവിടെയാണ് സ്റ്റോർ ചെയ്ത്, സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഫംഗസിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് സ്പൊറാഞ്ചിയ. ആ സ്പൊറാഞ്ചിയയിലാണ് ആരെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ സ്പോർട്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ പറയുന്ന സ്പോർട്സ് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്പൊറാഞ്ചിയയിൽ തന്നെ എന്ത് ചെയ്യും, ഇരിക്കും. പക്ഷെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ പറയുന്ന സ്പൊറാഞ്ചിയൊക്കെ അങ്ങ് ബേസ്റ്റ് ചെയ്തിട്ട് അവര് എന്ത് ചെയ്യും, സറൗണ്ടിങ് എൻവയോൺമെന്റിലേക്ക് റിലീസ് ആവും. അങ്ങനെ റിലീസ് ആയി കഴിയുമ്പോഴേക്കും ഓരോ സ്പോർട്സിൽ നിന്നും എന്ത് സംഭവിക്കും, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫംഗസും പയ്യെ ഫോം ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പോറുലേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, സ്പോറുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരിലാണ് കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, ഫംഗസിലാണ് ഇത് കോമൺലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ നേക്കഡായി കൊണ്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത വളരെ ഡെവലപ്മെന്റ് ഒക്കെ വളരെ കുറഞ്ഞ ചില ഓർഗാനിസത്തിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിലൂടെ കുറച്ചുകൂടി മേളിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ് ആനിമൽസിന്റെ മേളിലല്ലാത്ത ഒരു ഓർഗാനിസം. അവരാരായിരിക്കും, പ്ലാന്റ്സ് അല്ലെ. നമ്മുടെ പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും പുതിയൊരു ജനറേഷനെ ഫോം ചെയ്യിപ്പിക്കുന്നത്, അത് ഏത് മെത്തേഡിലൂടെ ആയിരിക്കും, അസെക്ഷൽ മെത്തേഡിലൂടെ ആയിരിക്കുമോ സെക്ഷൽ മെത്തേഡിലൂടെ ആയിരിക്കുമോ, ഏത് മെത്തേഡിലൂടെ ആയിരിക്കും? രണ്ട് മെത്തേഡും ഈ പറയുന്ന പ്ലാന്റ്സിൽ എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, അസെക്ഷൽ മെത്തേഡിലും ആർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്ലാന്റ്സിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്ഷൽ മെത്തേഡിലും എന്ത് ചെയ്യാൻ പറ്റും, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇത്രയും നേരം നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്ലാന്റ്സിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും ആരിൽ പ്രസന്റ് ആണ്, നമ്മളുടെ പ്ലാന്റ്സിൽ പ്രസന്റ് ആണ്. സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സും അതുപോലെ തന്നെ അസെക്ഷൽ ആയിട്ടുള്ള മെത്തേഡ്സും ആരിൽ കാണപ്പെടുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിൽ പ്ലാന്റ്സിന് ഡിഫറെന്റ് ആയിരിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചില ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ചില ചെടികള് നമ്മൾ ചുമ്മാ ഇല കൊണ്ട് കുത്തിവെച്ചാൽ പോലും അത് എന്ത് ചെയ്യും, പുതിയൊരു ചെടിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് ഗ്രോ ചെയ്ത് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചില ഓർഗാനിസത്തിന്റെ റൂട്ട് റീജിയൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൂട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, പുതിയൊരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ പ്ലാന്റ് ഫോം ചെയ്ത് വരും. ചിലപ്പോൾ ചിലതിനകത്ത് ചില സ്റ്റെം ഒക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാലും പുതിയൊരു ജനറേഷനെ അവർക്ക് അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ പ്രത്യേകിച്ച് അവിടെ ഗ്യാമേറ്റ് ഫോർമേഷനോ അല്ലെങ്കിൽ അടുത്ത വേറൊരു രണ്ട് പേരന്റിന്റെയും ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ്സിന്റെ ഇൻവോൾവ്മെന്റോ ഒന്നും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത്തരത്തിൽ നമുക്ക് ചില പ്ലാന്റ്സിന്റെ ലീവ്സിലൂടെ അല്ലെങ്കിൽ ചില പ്ലാന്റ്സിന്റെ സ്റ്റെം അല്ലെങ്കിൽ റൂട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ജനറേഷനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ് എപ്പോഴും എന്താണ്, അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. അത്തരത്തിൽ നമ്മൾ ചില പ്ലാന്റിന്റെ പാർട്ടിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള പ്ലാന്റ് പാർട്ടുകളെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്.
ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ലീഫ് ആയിക്കോട്ടെ, സ്റ്റെം ആയിക്കോട്ടെ, റൂട്ട് ആയിക്കോട്ടെ, ഇത് ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പുതിയൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാണ് വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സിന്റെ ഫോർമേഷൻ ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അത് ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതിനെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്ന്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പ്ലാന്റ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും പോസിബിൾ ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതെങ്കിലും ഒരു സിംഗിൾ പേരന്റ് ആണ് ഇൻവോൾവ് ആയേക്കുന്നത്, അതുപോലെ തന്നെ അവിടെ ഗമേറ്റ്സിന്റെ ഫോർമേഷൻ ഒന്നും നടക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോഴും ഇവിടെ എന്താണ്, പ്രത്യേകിച്ച് മെയിൽ പേരന്റ്, ഫീമെയിൽ പേരന്റ് അങ്ങനെ ആരും തന്നെ ഇൻവോൾവ് അല്ല. അതുപോലെ പ്രത്യേകിച്ച് ഗമേറ്റ്സിന്റെ ഒന്നും ഫോർമേഷനും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ്? ചില പ്ലാന്റ്സിന്റെ പാർട്സിനെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. അതൊന്നെങ്കിൽ ലീവ്സ് ആയിരിക്കാം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ റൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെംസ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട് യൂസ് ചെയ്തിട്ടാണ് പുതിയൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പുതിയൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്, ഏതൊക്കെ ഓർഗാനിസംസിലാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഓരോ ഓർഗാനിസംസും എക്സിബിറ്റ് ചെയ്യുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ് എന്നൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്ലാന്റ്സിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വരെ വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും പ്ലാന്റ്സിൽ എന്താണ് പോസിബിൾ ആണ്. എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഏത് പാർട്ടാണ് അതിനെ, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഏത് പാർട്ടാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്ലാന്റ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു സ്റ്റെംസും റൂട്ട്സും ലീവ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാമേറ്റ്സിന്റെ ഒന്നും ഫോർമേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് പറഞ്ഞു. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആണ്. പാർട്ടായിരിക്കും ഈ പറയുന്ന പ്ലാന്റില് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് പാർട്ടായിരിക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ ഫ്ലവേഴ്സ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്ലാന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്കറിയാം, നമ്മുടെ സറൗണ്ടിങ്സിൽ നോക്കുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പം വെള്ള മാത്രമല്ല, ഇപ്പൊ വെള്ള ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഫ്ലവേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല കളർ ഓഫ് ഫ്ലവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആലോചിച്ചിട്ടില്ല, ഇത് ഏതൊരു ഒരു കളറിൽ വെച്ചാൽ പോലെ ഈ പറയുന്ന ഫ്ലവേഴ്സിനെല്ലാം ഒരു കളർ മതിയായിരുന്നു. പക്ഷെ ഈ പറയുന്ന പല പല കളേഴ്സ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ പറഞ്ഞ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന് പല പല കളേഴ്സ് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ പറഞ്ഞ ഫ്ലവേഴ്സിനൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ഉള്ളത് നമുക്ക് ഒരു തരത്തില് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫീച്ചർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ. നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇതിനകത്ത് നമുക്ക് നല്ല കളേഴ്സ് ഉള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സിനെ ആയിരിക്കും നമ്മൾ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചെമ്പരത്തി പൂവും നല്ലൊരു റെഡ് റോസും കൊണ്ടുവച്ചാൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു റെഡ് റോസ് ആയിരിക്കും അല്ലെ. കാരണം അതാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ആരെയും അട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിന് നടക്കത്തുള്ളൂ. അപ്പൊ ആരെയായിരിക്കും ഈ അട്രാക്ട് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്ലാന്റ്സില് സെക്ഷുവൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? അവിടെ പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണം. ഓക്കെ, പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണം. അപ്പൊ ഈ പറയുന്ന പോളിനേഷൻ നടക്കണമെങ്കിൽ അത്
നടത്തണമെങ്കിൽ ചില ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ചില പോളിനേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും എന്ത് നടക്കുന്നത്, ഈ പറഞ്ഞ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ചില പോളിനേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. അതായത് ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ചില ആനിമൽസ്, അങ്ങനെയുള്ള ചില ഓർഗാൻസിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ പറയുന്ന പോളിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഈ പോളിനേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ പറയുന്ന ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ബേർഡ്സ് വന്നിട്ട് ഇവരിൽ നിന്നും എന്തെടുക്കണം, നെക്ടർ എടുക്കണം അല്ലെങ്കിൽ തേൻ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നടക്കണം, അവിടെ അട്രാക്റ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഓർഗാനിസംസ് ഒക്കെ വന്ന് ഈ പറയുന്ന പോളിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പല പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പലതരത്തിലുള്ള ഫ്ലവേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോ നമ്മളുടെ ഈ പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കളേഴ്സിൽ ഈ പറയുന്ന ഫ്ലവേഴ്സ് കാണപ്പെടുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ട് എന്തുകൊണ്ടാണ് പല കളേഴ്സ് വരുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കളേഴ്സ് വരുന്നതെന്നൊക്കെ. പക്ഷെ ബേസിക്കലി ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ പോളിനേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ ബേർഡ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഫ്ലവേഴ്സിനൊക്കെ പല പല കളേഴ്സ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സിലെ ഏതൊക്കെ പാർട്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പാർട്സ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്കറിയണം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ ആദ്യം ടീച്ചർ പറഞ്ഞായിരുന്നു, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ മെയിൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കും, ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലും ഉണ്ടായിരിക്കും. അത് ചിലപ്പം സെയിം ഓർഗാനിസത്തിൽ തന്നെയായിരിക്കും ഈ പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. എന്നാൽ ചില ഓർഗാനിസത്തിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിലുമായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ് അല്ലെ. മെയിലിന് മെയിൽ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട്, ഫീമെയിലും ഫീമെയിൽ ഹ്യൂമൻസുമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ നോക്കുവാണെങ്കിൽ ചില പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഒക്കെ ഒരേ ഫ്ലവേഴ്സിൽ തന്നെ കാണും. അതേസമയം ചില ഫ്ലവേഴ്സിൽ എന്താണ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ, ഈ പറയുന്ന റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് പാർട്സ് കാണപ്പെടുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്ലാന്റ്സിലായിരിക്കും. അപ്പൊ അത്തരത്തില് ഉള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ ഒരു ഇമേജ് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇമേജിൽ ഞാൻ കാണിച്ചേക്കുന്നത് ഈ പറയുന്ന ഈ ഒരു ഹിബിസ്കസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചൈന റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി എന്ന് പറയുന്ന നമുക്ക് അറിയാവുന്ന ഒരു ഫ്ലവർ ആണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചെമ്പരത്തിയുടെ ഫ്ലവർ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ഫ്ലവറിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഒരേ ഫ്ലവറിൽ തന്നെ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും, മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പല പല പാർട്സുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഫ്ലവറിന്റെ പാർട്സ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ പറയുന്നത് ഈ പറഞ്ഞ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിലെ മെയിൽ പാർട്ട് ഏതൊക്കെയാണ്, ഫീമെയിൽ പാർട്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫീമെയിൽ പാർട്സ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ഫീമെയിൽ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഹിബിസ്കസ് അല്ലെങ്കിൽ നമ്മുടെ ചൈന റോസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവറിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ടീച്ചർ ഇപ്പം നോട്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ. ഓക്കെ, ഇത്രയും പോർഷൻ ആണ് നമ്മുടെ ഫീമെയിൽ പാർട്ട്. അതായത് ഒരു പ്ലാന്റിലെ ഫീമെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആണ്. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. തന്നെ പല പല റീജിയൻസ് ഉണ്ട്. അതായത് ഈ ഒരു സ്ട്രക്ചറിനെ തന്നെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിന് പല പല റീജിയൻ ഉണ്ട്. ഏറ്റവും ടോപ്പ് റീജിയനിൽ കാണപ്പെടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ലോങ് ട്യൂബ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ ലോങ് ട്യൂബിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്റ്റൈൽ. ഓക്കെ, ഇനി
ഏറ്റവും ലോവർ ആയിട്ടുള്ള ഒരു റീജിയനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ബൾജഡ് ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറിൽ ഒരു ബൾജഡ് ആയിട്ടുള്ള ഒരു റീജിയനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ബൾജഡ് ആയിട്ടുള്ള ഈ ഒരു റീജിയനെയാണ് നമ്മൾ ഓവറി എന്ന് പറയുന്നത്. ഈ 3 പാർട്ട് കൂടി ചേർന്നതാണ് ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫീമെയിൽ ഫ്ലവറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 3 കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഫീമെയിൽ ഫ്ലവർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫീമെയിൽ ഫ്ലവർ. അപ്പൊ ഇത് നമ്മള് പിസ്റ്റിൽ, ഇത് ഈ 3 പോർഷനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഫീമെയിൽ ഫ്ലവറിന്റെ പാർട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലവറിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് 3 കൂടി ചേർന്നതാണ്. ഇതിനെ 3 കൂടി പറയുന്ന പേരാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. പിസ്റ്റിൽ എന്തൊക്കെ ചേർന്നതാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? മെയിൽ പാർട്ട് അല്ലെ. ഒരു ഫ്ലവറിലെ ഒരു ഫ്ലവർ മെയിൽ ആണെങ്കിൽ ആ മെയിൽ ഫ്ലവർ പാർട്ടിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഒന്നാണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും, അതായത് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫ്ലവറിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു സ്ട്രക്ചർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്? സ്റ്റേമൻ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സ്റ്റേമൻ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതായിരിക്കും? അതിന്റെ ടിപ്പ് റീജിയനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ പറയുന്ന ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ ആന്തർ എന്ന് പറയുന്നത്. എന്താണ് ആന്തർ? അല്ലെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ പൂമ്പൊടി. ഓക്കെ, നമ്മുടെ പൂമ്പൊടി. അപ്പൊ ആന്തർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ഈ ആന്തറിനോട് കണക്ട് ചെയ്ത് ഒരു ലോങ് ഫിലമെന്റ് ഉണ്ട്. അപ്പൊ ഈ ലോങ് ഫിലമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിലമെന്റ്. അപ്പൊ ഈ ആന്തർ ഫിലമെന്റ് കൂടി ചേർന്നതാണ് സ്റ്റേമൻ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ ഏതൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഏതൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ ഫ്ലവറിനെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഫ്ലവറിന്റെ കേസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ ഒരേ ഫ്ലവറിൽ തന്നെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്. എന്നാൽ ചില ഫ്ലവേഴ്സിൽ ഫീമെയിൽ ആയിട്ടുള്ള ഫ്ലവർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലാന്റില് ഒരു പർട്ടിക്കുലർ ഫ്ലവർ ആയിട്ട് തന്നെ കാണും. അതുപോലെ മെയിൽ ആയിട്ട് വേറൊരു ഫ്ലവറും കാണും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടും കാണപ്പെടും. അപ്പൊ ഈ ഏത് കേസിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ എന്തെന്ന് പറയുന്നത് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ രീതിയിൽ തന്നെ ആയിരിക്കും. നമുക്ക് ഈ പറയുന്ന ഫീമെയിൽ പാർട്ട് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോ പറഞ്ഞ ഫീമെയിൽ പാർട്ട് ഏതാണ്, മെയിൽ പാർട്ട് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഒരു ഫ്ലവർ കൺസിഡർ ചെയ്യുമ്പോൾ 2 പാർട്ടുകളുണ്ട്. ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും, ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അതിനകത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗൈനീഷ്യം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഇമേജിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, നമ്മുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്താണ്? പിസ്റ്റിലാണ്. ഓക്കെ, അത് ഓർത്തോണം. അപ്പൊ ആൻഡ്രീഷ്യം എന്ന് പറയുന്നതും ഗൈനീഷ്യം എന്ന് പറയുന്ന എന്തുണ്ട്? 2 പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഒരെണ്ണം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിരിക്കും. രണ്ടാമത്തേത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ആയിരിക്കും. ഇനി ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതായിരുന്നു? നമ്മുടെ ആന്തറും അതുപോലെ ഫിലമെന്റും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. എന്തൊക്കെ ചേർന്നതാണ്? ഫിലമെന്റും ആന്തറും കൂടി ചേർന്നതാണ്. അപ്പൊ ഈ പറയുന്ന ആന്തറിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂമ്പൊടിയുണ്ട്. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടിയുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ആന്തറിൽ എന്തുണ്ട്? നമ്മുടെ ഇമേജ് ഒന്ന് മനസ്സിൽ ഓർക്കുക. നമ്മുടെ ഒരു ചെമ്പരത്തിപ്പൂ നമ്മുടെ ഫ്രണ്ടിലുണ്ടെന്ന് ഓർക്കുക. ആ ചെമ്പരത്തിപ്പൂവിനകത്ത് എന്തുണ്ട്? ഈ പറഞ്ഞ ഒരു മഞ്ഞ കളറുള്ള ഒരു സംഭവം ഇല്ലേ, അതാണ് പൂമ്പൊടി.
പൊടി. അപ്പൊ ഈ ഒരു പോളൻ ഗ്രെയിനും നമ്മുടെ ആന്തറിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് എന്താണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫീമെയിൽ കേസിൽ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സ്റ്റിഗ്മ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റീജിയണിൽ സ്റ്റിഗ്മ ഉണ്ട്. പിന്നെ അതിന്റെ ലോങ് ഫിലമെന്റ് എന്നായിരുന്നു? സ്റ്റൈൽ എന്ന് പറയുന്ന മറ്റൊരു റീജിയൺ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആ ബൾജഡ് ആയിട്ടുള്ള ഒരു റീജിയൺ ഉണ്ട്. അതേതായിരുന്നു? നമ്മുടെ ഓവറി. ഇത്രയും റീജിയൻസ് കൂടി ചേർന്നതാണ് നമ്മുടെ ഗൈനീഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ചേർന്നതാണ്? സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും. ഇനി ഈ ഓവറിക്കകത്ത് എന്തുണ്ട്? ഓവറിക്കകത്ത് അവിടെ നമുക്ക് ആ ഒരു കഴിഞ്ഞ ഇമേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പൊ നമ്മുടെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ബൾജഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിക്കകത്ത് മറ്റൊരു സ്ട്രക്ചർ കൂടിയുണ്ട്, അതിനെയാണ് നമ്മൾ ഓവ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താണ്? ഓവ്യൂൾ ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവർ. ഇത്രയും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഗമേറ്റ്സിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഗമേറ്റ്സ് അവിടെ ഇൻവോൾവ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഗമേറ്റ്സ് അവിടെ ഫ്യൂസ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ അതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഓർക്കാൻ പോകുന്നത് ഇത് ഏതാണ് ഇതിന്റെ അകത്തെ ഗമേറ്റ്. ഓക്കെ, ഇതിൽ ഏതാണ് ഇതിന്റെ അകത്തെ ഗമേറ്റ് എന്ന് നമുക്ക് നോക്കാം. പോളൻ ഗ്രെയിൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പോളൻ ഗ്രെയിൻസിന്റെ അകത്ത് മെയിൽ ഗമേറ്റ് ഉണ്ട്. ഓക്കെ, പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് മെയിൽ ഗമേറ്റ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒവ്യൂളിനകത്ത് എന്തുണ്ട്? ഫീമെയിൽ ഗമേറ്റും ഉണ്ട്. ഓക്കെ, മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഇപ്പൊ എവിടെയുണ്ട്? നമ്മുടെ ഒവ്യൂളിനകത്ത് എന്തുണ്ട്? ഫീമെയിൽ ഗമേറ്റും ഉണ്ട്. അതേസമയത്ത് നമ്മുടെ പോളൻ ഗ്രെയിൻസിനകത്ത് മെയിൽ ഗമേറ്റും ഉണ്ട്. ഓൾറെഡി പറഞ്ഞായിരുന്നു അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പോളിനേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി നമ്മളുടെ മെയിൽ ഗമേറ്റിനെ എങ്ങോട്ടേക്ക് എത്തിക്കും? ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കും. അപ്പൊ മെയിൽ ഗമേറ്റിനെ എന്ത് ചെയ്യും? നമ്മുടെ ഫീമെയിൽ ഗമേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കുകയും ഈ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടന്ന് പിന്നീട് ഫർദർ ഡെവലപ്മെന്റ് ഒക്കെ നടന്ന് അത് പുതിയൊരു പ്ലാന്റിന്റെ ഫോർമേഷനിലേക്കായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയുമാണ് ഒരു ഫ്ലവറിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റീപ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ ഓൾറെഡി പറഞ്ഞു മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും എന്താണ്? ചില ഇൻസെക്റ്റിന്റെ അല്ലെങ്കിൽ ചില പോളിനേറ്റേഴ്സ്, അത് ചിലപ്പം ആനിമൽസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില എബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടി പോളിനേഷൻ നടത്താറുണ്ട്. ചില വിൻഡ് അല്ലെങ്കിൽ വാട്ടർ അങ്ങനെയുള്ള ചിലതിന്റെ ഹെൽപ്പോട് കൂടി പോളിനേഷൻ നടത്താറുണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ എന്താണെന്നൊക്കെ നിങ്ങൾ വലിയതായിട്ട് പഠിക്കും, കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. മെയിൽ ഗാമേറ്റിനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഈ പറഞ്ഞ ഇൻസെക്റ്റുകൾ, അല്ലെങ്കിൽ ചില ബേർഡ്സ്, ചില ആനിമൽസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചില ഈ പറഞ്ഞ പോലെ വിൻഡ്, വാട്ടർ അങ്ങനെയുള്ള ചില എബയോട്ടിക് ഫാക്ടേഴ്സും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെയിൽ ഗാമേറ്റിനെ ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എത്തിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും അവിടെ കൂടിച്ചേരുകയും അതുവഴി അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂഷൻ നടന്നു, എന്ത് സംഭവിച്ചു? അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഫെർദർ ഡെവലപ്മെന്റ് നടന്ന് അവിടെ പുതിയൊരു പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റിന്റെ ഫോർമേഷന് അവിടെ എന്ത് ചെയ്യും? കാരണമാകും. അപ്പൊ ഇത്രയാണ് ഒരു ഫ്ലവറിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏകദേശം ഒരു ഔട്ട്ലൈൻ ആണ്. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ പറയുന്ന ഇതിന്റെ കേസിൽ നമ്മൾ ആന്തറും ഓവറിയും ഒക്കെ അല്ലേ പറയുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ ഈ പോർഷൻ അല്ലെങ്കിൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ സ്റ്റൈലിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ഓർക്കും. പക്ഷെ നമ്മൾ അതിനുള്ള ആൻസർ ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് അവിടെ ഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്, അല്ലെ? പോളിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് പോളിനേഷൻ? എന്താണ് പോളിനേഷൻ? നമുക്കറിയാം നമ്മുടെ മെയിൽ ഗാമേറ്റിനെ ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കണം, അല്ലെ? മെയിൽ ഗാമേറ്റിനെ ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തിക്കണം. അപ്പൊ മെയിൽ ഗാമേറ്റ് എവിടെയാണുള്ളത്? നമ്മുടെ പോളൻ ഗ്രെയിൻസിലാണ് ആരുള്ളത്?
നമ്മളുടെ പോളൻ ഗ്രെയിൻസിലാണ് നമ്മുടെ മെയിൽ ഗ്യാമേറ്റ് ഉള്ളത്. നമ്മുടെ ഫീമെയിൽ ഗ്യാമേറ്റ് എവിടെയാണുള്ളത്? നമ്മുടെ ഒവ്യൂളിനകത്താണ് എന്തുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ ഒവ്യൂളിനകത്താണ് ഫീമെയിൽ ഗ്യാമേറ്റ് കാണപ്പെടുന്നത്. അപ്പൊ എന്ത് സംഭവിക്കണം? ഈ പോളൻ ഗ്രെയിൻസ് എവിടെ എത്തണം? നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ എത്തണം, അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ എത്തണം. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസിനെ നമ്മുടെ ഓവറിയിൽ എത്തുന്നതിന് മുമ്പ് ഏറ്റവും ടിപ്പിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഗൈനീഷ്യത്തിന്റെ ഏറ്റവും ടിപ്പിലുള്ള പോർഷൻ ഏതായിരുന്നു? അല്ലെങ്കിൽ പിസ്റ്റലിന്റെ ഏറ്റവും ടോപ്പിലുള്ള റീജിയൻ ഏതായിരുന്നു? ഏതൊക്കെ ചേർന്നതായിരുന്നു പിസ്റ്റൽ എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞേ, ഏതൊക്കെ ചേർന്നതായിരുന്നു പിസ്റ്റൽ എന്ന് പറയുന്നത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഇത് മൂന്നും കൂടി ചേർന്നതായിരുന്നു എന്നു പറയുന്നത് ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഈ പറയുന്ന പോളൻ ഗ്രെയിൻ എങ്ങോട്ടേക്ക് എത്തണം? നമ്മുടെ സ്റ്റിഗ്മ റീജിയനിലേക്ക് എത്തണം, അല്ലെ? സ്റ്റിഗ്മയിലേക്ക് എത്തണം. അപ്പൊ ഈ പറയുന്ന ട്രാൻസ്ഫറിനെയാണ്, പോളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യണം? ആങ്കറിലുള്ള പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു ദിസ് സ്റ്റിഗ്മ. അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ട് ആണ്, പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് മെയിൽ പാർട്ടിലുള്ളതാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? മെയിൽ പാർട്ടിലുള്ള നമ്മളുടെ മെയിൽ ഗ്യാമേറ്റ് കാണപ്പെടുന്ന നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? സ്റ്റിഗ്മയിലേക്ക് എത്തിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ്, അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ എന്തുണ്ട്? നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉള്ള ഒരു പ്ലാന്റിനെയാണ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? നമ്മുടെ ആന്തറിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഹണി ബി ആണ് ഇവിടെ പോളിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെ? നമ്മളുടെ പോളൻ ഗ്രെയിൻസിനെ അല്ലെങ്കിൽ പോളനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഹണി ബി എന്ന് പറയുന്ന പോളിനേറ്റർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പോളിനേറ്റർ അവിടെ വന്നു. പോളിനേറ്റർ വന്ന് ഇവിടെ നിന്ന് തേനൊക്കെ കുടിച്ച് നെക്ടറൊക്കെ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവരുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? പറ്റിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് ഒരു ചെടിയിൽ മാത്രമല്ല ഇങ്ങനെ നെക്ടർ കളക്ട് ചെയ്യാൻ പോകുന്നത്, പല പല ചെടികളിൽ പോകും, അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാല്, നമ്മളുടെ ഈ പറയുന്ന തേനീച്ച അടുത്ത ചെമ്പരത്തിപ്പൂവിന്റെ ചെമ്പരത്തിപ്പൂവില് നെക്ടർ കളക്ട് ചെയ്യാനായിട്ട് പോയി ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ എന്ത് ചെയ്യും? ഇത് ടച്ച് ആവും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിഗ്മയിൽ എന്ത് ചെയ്യും? ഇത് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ പോളൻസ് വന്നിട്ട് എന്ത് ചെയ്യും? പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നതെന്ന്? അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അവിടെ എന്ത് നടന്നു? പോളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്തു? സ്റ്റിഗ്മയിലേക്ക് ഒരു പോളിനേറ്ററിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്താണ്? ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇനി ചില കേസില്, ഈ കേസിലൊന്നും നമുക്ക് പോളിനേറ്റേഴ്സ് ഇല്ലാതെ തന്നെ ചിലപ്പോ എന്താണ് വിൻഡിന്റെ ഹെൽപ്പോട് കൂടി വേണമെങ്കിലും ഈ പറയുന്ന പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ സ്റ്റിഗ്മയിൽ പോയിട്ട് വേണമെങ്കിൽ ഇരിക്കാം, അല്ലെ? അല്ലെങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ പല പ്ലാന്റ്സിൽ പല രീതിയിലാണ് പോളിനേഷൻ നടക്കുന്നത്. ചിലത് വിൻഡിന്റെ ഹെൽപ്പോട് കൂടി നടക്കും, ചിലത് വാട്ടറിന്റെ ഹെൽപ്പോട് കൂടി നടക്കും, ചിലതിൽ ഈ പറയുന്ന പോളിനേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയും നടക്കും. അങ്ങനെ പല രീതിയിൽ നടക്കുന്നത്. പക്ഷെ ബേസിക് ആയിട്ടുള്ള പ്രോസസ് ഇത്ര മാത്രമേ ഉള്ളൂ. പോളൻ ഗ്രെയിൻസിനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ പിസ്റ്റലിന്റെ പാർട്ട് ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ എത്തിക്കണം. ഇതാണ് മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന ആ ഒരു ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ പോളിനേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, പോളിനേഷൻ അപ്പൊ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ടു ദി സ്റ്റിഗ്മ ഓഫ് ദ ഫീമെയിൽ ഫ്ലവർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ പോളൻ ഗ്രെയിൻസ് ആണ് എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്? നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പറയുന്ന പോളിനേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിന് ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഓവറിയിലേക്ക് ഈ പറയുന്ന സംഭവം നമ്മുടെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗമേറ്റ്സ് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ കുറെ പ്രോസസ്സ് കൂടി നടന്നെങ്കിൽ മാത്രമേ നമ്മളുടെ എഗ്ഗും അല്ലെങ്കിൽ ഒവ്യൂളും
എന്തുമായിട്ട് ഫ്യൂസ് ചെയ്തുള്ളൂ? അവിടെ ഫ്യൂഷൻ നടന്ന് അവിടെ എന്ത് നടക്കത്തുള്ളൂ? പുതിയൊരു ഒരു സീഡ് അല്ലെങ്കിൽ പുതിയൊരു ഓർഗാൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പ്രോസസ് അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും മാറ്റം അവിടെ നടക്കുമോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദി സ്റ്റിഗ്മ ഓഫ് ദി ഫ്ലവർ. പോളൻ ഗ്രെയിൻസിനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? ഫ്ലവറിന്റെ സ്റ്റിഗ്മ റീജിയനിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് ആരാണ് പോളിനേറ്റേഴ്സ്? നമ്മുടെ ഹണി ബി ആണ് ഇവിടെ പോളിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു പോളിനേഷൻ നടന്ന് അല്ലെങ്കിൽ ഒരു പോളൻ നമ്മുടെ സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ആ പറയുന്ന ഈ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പൊ അതിനു മുൻപ് തന്നെ നമുക്കറിയാം നമ്മുടെ പോളൻ എന്ന് പറയുന്നത് നമ്മളൊരു മൈക്രോസ്കോപ്പിൽ കൂടി ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല പല സ്ട്രക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ സ്കൂളിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പല രീതിയിൽ വളരെ നമുക്ക് വണ്ടർ തോന്നുന്ന തരത്തിൽ നമ്മളൊരു പോളൻ ഗ്രെയിനെ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു സ്ട്രക്ചറൽ വൈസ് നമ്മളൊരു പോളനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു പോളൻ എന്തുണ്ടാവുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതായത് നോർമലി, അതായത് ഇപ്പൊ നമ്മളുടെ പോളിനേഷൻ ഒന്നും നടക്കാത്ത ഒരു പോളനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടായിരിക്കും, ഒരു ട്യൂബുലാർ ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു ജനറേറ്റീവ് ന്യൂക്ലിയയും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ട്യൂബുലാർ ന്യൂക്ലിയയും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതാണ് ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ പറയാം, ഇതൊന്നും പ്രത്യേകിച്ച് പോളിനേഷൻ ഒന്നും നടക്കാത്ത ഒരു പോളൻ ഗ്രെയിനെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? അതിന്റെ സ്ട്രക്ചർ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി ഒരു പോളിനേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ്, അതായത് പോളിനേഷൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോളൻ ഗ്രെയിൻ എവിടെ എത്തി? നമ്മുടെ സ്റ്റിഗ്മയിൽ എത്തി. ഓക്കെ, സ്റ്റിഗ്മയിൽ എത്തിയിട്ട് ഈ പറയുന്ന മെയിൽ ഗമേറ്റിനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? നമ്മുടെ ഓവറിയിലേക്ക് എത്തിക്കണം, അല്ലെ? എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സെർട്ടൈൻ ടൈപ്പ് ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ സെർട്ടൈൻ ചേഞ്ചസ് ഈ പറയുന്ന പോളൻ ഗ്രെയിനിന് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗമേറ്റിനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓവറിക്കകത്തേക്ക് അല്ലെങ്കിൽ ഒവ്യൂളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? പതിയെ പതിയെ ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണുന്നുണ്ട്, ഒരു ഇലോങ്ങേഷൻ അവിടെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇലോങ്ങേഷൻ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇലോങ്ങേഷൻ പതിയെ പതിയെ ആ പോളൻ ഗ്രെയിനിന് എന്ത് നടന്നു? ഇലോങ്ങേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ പറയുന്ന മെയിൽ ഗാമേറ്റിനെ നമുക്ക് എങ്ങോട്ടേക്ക് എത്തിക്കണം? ഒവ്യൂളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ഇലോങ്ങേഷൻ നടക്കുന്നത്. ഇങ്ങനെ പതിയെ പതിയെ ഇലോങ്ങേഷൻ നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ ജനറേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഇമേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മളുടെ പോളൻ ട്യൂബ് എന്ത് ചെയ്തു? പോളൻ ഗ്രേസിന്റെ ഈ ഒരു ട്യൂബ് ഇങ്ങനെ പതിയെ പതിയെ ഇലോങ്ങേറ്റഡ് ആയി. ഇലോങ്ങേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജനറേറ്റീവ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് ഫോം ചെയ്തു? എന്താണ് ഫോം ചെയ്തത്? രണ്ട് മെയിൽ ഗമേറ്റ്സ് ഫോം ചെയ്തു. എന്ത് ഫോം ചെയ്തു? രണ്ട് മെയിൽ ഗമേറ്റ്സ് അവിടെ ഫോം ചെയ്തു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നോർമലി എന്താണ് ഒരു പോളൻ ഗ്രെയിൻ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. പോളിനേഷൻ നടന്നതിന് ശേഷം നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം പോളൻ ഗ്രെയിൻസ് എന്ത് സംഭവിക്കും? അവയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ പതിയെ സംഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതിനകത്ത് ഒന്നാമത്തേതാണ് നമ്മളുടെ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ആണ് ഇതിനകത്തുള്ളത്, ജനറേറ്റീവ് ന്യൂക്ലിയസും അതുപോലെ ട്യൂബ് ന്യൂക്ലിയസും. അതിനകത്ത് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നതിന് എന്ത് സംഭവിക്കും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറഞ്ഞ പോളൻ ട്യൂബ് ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ അതിന്റെ ലെങ്ത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഈ പറഞ്ഞ ട്യൂബ് ന്യൂക്ലിയസ് പതിയെ പതിയെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോവുകയായിരിക്കും ചെയ്യുന്നത്. ഫൈനലി ഈ പറയുന്ന ട്യൂബ് ന്യൂക്ലിയസ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. എന്ത് സംഭവിക്കും? അവിടെ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ
നടക്കും. ഇത്രയാണ് ബേസിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. ഇനി നമ്മൾ പറഞ്ഞു 2 മെയിൽ ഗമേറ്റ്സുകളാണ് എവിടെയുള്ളത്, നമ്മളുടെ പോളൻ ട്യൂബിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. 2 പോളൻ ട്യൂബിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2 മെയിൽ ഗമേറ്റ്സുകളുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ പറയുന്ന ഒരു മെയിൽ ഗമേറ്റും അതുപോലെ തന്നെ ഇത് നമ്മുടെ എഗ്ഗുമായിട്ട് അല്ലെങ്കിൽ കൂടി ചേർന്നാൽ മതി അല്ലെ. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അടുത്ത ഗമേറ്റ് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലെ. അടുത്ത സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ ഈ പറയുന്ന 2 മെയിൽ ഗമേറ്റ്സിൽ ഒരു മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓവറിയിലുള്ള എഗ്ഗുമായിട്ട് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ഓക്കെ, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യും, നമ്മളുടെ സൈഗോട്ട് ഫോം ചെയ്യും. എന്താണ് ഫോം ചെയ്യുന്നത്, സൈഗോട്ട് ഫോം ചെയ്യും. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പൊ ഇതിനകത്ത് 2 മെയിൽ ഗമേറ്റ്സുകളാണ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് പതിയെ പോളൻ ട്യൂബിലൊക്കെ നീണ്ട് പോളൻ ട്യൂബിൽ നിന്നും പതിയെ എന്താണ് ലെങ്ത് ഒക്കെ വെച്ചിട്ട് അത് ഓവറി വരെ എത്തും. ഓവറിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരു മെയിൽ ഗമേറ്റ് നമ്മളുടെ ഓവറിക്കകത്ത് കാണപ്പെടുന്ന എഗ്ഗുമായിട്ട് എന്ത് ചെയ്യും, അവിടെ ഫ്യൂഷൻ നടക്കും. അങ്ങനെ ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും, അവിടെ സൈഗോട്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യും. ഓക്കെ, അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ആണ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനിയും രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് വീണ്ടും ഒരെണ്ണം കൂടെ, ഒരു മെയിൽ ഗാമേറ്റ് കൂടി ഉണ്ട്, സെക്കൻഡ് മെയിൽ ഗാമേറ്റ്. ഓക്കെ, ആ സെക്കൻഡ് മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ആരുമായിട്ടായിരിക്കും ഫ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഈ പറയുന്ന ഒവ്യൂളിൽ തന്നെ പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്ന മറ്റൊരു ന്യൂക്ലിയയും കൂടി നമ്മളുടെ ഓവറിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓവ്യൂളിനകത്ത് ഉണ്ട്. അപ്പൊ ഓവറിക്കകത്തെ പോളാർ ന്യൂക്ലിയയുമായിട്ട് എന്ത് ഫ്യൂഷൻ നടക്കും, നമ്മളുടെ സെക്കൻഡ് മെയിൽ ഗാമേറ്റ് പോളാർ ന്യൂക്ലിയയുമായിട്ട് എന്ത് നടക്കും, ഇങ്ങനത്തെ ഫ്യൂഷൻ നടന്നതിന് ശേഷമാണ് അവിടെ എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, എൻഡോസ്പേം അവിടെ ഫോം ചെയ്യും. അപ്പൊ ഫസ്റ്റ് മെയിൽ ഗാമേറ്റ് എന്താണ് ചെയ്യുന്നത്, എഗ്ഗുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓവറിയിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അവിടെ എന്ത് ഫോം ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഗാമേറ്റ് വീണ്ടും അവിടെയുണ്ട്. അത് നമ്മളുടെ ഓവറിയിലുള്ള പോളാർ ന്യൂക്ലിയയുമായിട്ട് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും, എൻഡോസ്പേം ആയിട്ട് മാറും. ഇതാണ് നോർമലി നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ സൈഗോട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഈ പറഞ്ഞ എൻഡോസ്പേം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തിനായിരിക്കും, ഈ പറഞ്ഞ സൈഗോട്ടിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആരുള്ളത്, നമ്മുടെ എൻഡോസ്പേം അവിടെ ഉള്ളത്. അതായത് നമ്മുടെ എംബ്രിയോ ഗ്രോ ചെയ്ത് എന്താവണം, പുതിയ പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം, നമ്മുടെ എൻഡോസ്പേമിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഒരു പോളൻ ഗ്രെയിൻ. അപ്പൊ ഈ പോളൻ ഗ്രെയിന്റെ കേസ് നമുക്ക് നോക്കുമ്പോൾ ഈ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് നോർമലി വളരെ ഒരു ചെറിയൊരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ പോളിനേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ എന്തുണ്ട്, 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ നമ്മുടെ പോളൻ ഗ്രെയിൻസിൽ പ്രസന്റ് ആണ്. ഒരു ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തും ഉണ്ടായിരിക്കും, ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്താവും, ഡിവൈഡ് ചെയ്തിട്ട് സ്പേം ന്യൂക്ലിയൈ ആയിട്ട് മാറും. ഈ സ്പേം ന്യൂക്ലിയൈ ആണ് അല്ലെങ്കിൽ സ്പേം ആണ് പിന്നെ അതൊരു റീപ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗമേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗമേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പതിയെ എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്തു പോകും അല്ലെങ്കിൽ അത് നശിച്ചു പോകും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ പോളൻ ട്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഗ്രോ ചെയ്ത് എവിടെ എത്തും, നമ്മുടെ ഓവറിയിലെത്തും. അപ്പൊ ഈ ഓവറിയിൽ എത്തുന്നത് കൂടെ തന്നെ നമ്മുടെ പോളൻ ട്യൂബ് ഓവറിലേക്ക് എത്തുന്നത് കൂടെ തന്നെ നമ്മുടെ ആരും എത്തും, നമ്മളുടെ 2 സ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്മുടെ സ്പേംസും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മെയിൽ ഗമേറ്റും എങ്ങോട്ടേക്ക് എത്തും, നമ്മുടെ ഓവറിയിലേക്ക് എത്തും. അപ്പോ നമ്മളുടെ എന്തുണ്ട്, സ്പേം ന്യൂക്ലിയസ് 2 എണ്ണമാണുള്ളത്. സ്പേം ന്യൂക്ലിയസ് നമ്മുടെ പോളൻ ട്യൂബ് വളരുന്നതിനനുസരിച്ച് പതിയെ മൂവ് ചെയ്ത് എവിടെ വരും, നമ്മുടെ ഓവറിയിലെത്തും. ഓക്കെ, ഈ ഓവറിയിൽ എന്തുണ്ട്, നമ്മളുടെ
നമ്മുടെ എഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഓവറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്ന മറ്റൊരു സ്ട്രക്ചറും കൂടി കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ഈ ഒരു ഇമേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തെ ഒരു സ്പേം ന്യൂക്ലിയ എന്ന് പറയുന്നത് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? എഗ്ഗുമായിട്ടും ഫ്യൂസ് ചെയ്യും. അതേസമയത്ത് മറ്റൊന്ന് നമ്മുടെ പോളാർ ന്യൂക്ലിയയുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത സ്പേം ന്യൂക്ലിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? പുതിയ ഒരു സീഡായിട്ട് അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചേഞ്ച് ആവും. പല ഡിവിഷൻസും കാര്യങ്ങളും ഒക്കെ നടന്ന്. അതേസമയത്ത് നമ്മുടെ സ്പേം ന്യൂക്ലിയ എന്ന് പറയുന്നത് ആരുമായിട്ട്, പോളാർ ന്യൂക്ലിയമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ടുള്ള സ്പേം ന്യൂക്ലിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. ആ എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഈ പറയുന്ന എംബ്രിയോയ്ക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ ഈ പറയുന്ന എൻഡോസ്പേം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് 2 ന്യൂക്ലിയസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും. ഈ പോളൻ ട്യൂബ് പയ്യെ ഓവറിയുടെ അങ്ങോട്ടേക്ക് ഗ്രോ ചെയ്യും. അങ്ങനെ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ സ്പേം ന്യൂക്ലിയ എന്നാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ മെയിൽ ഗാമേറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ മെയിൽ ഗാമേറ്റ് എന്ന് പഠിച്ചാൽ മതി. നമ്മൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് കുഞ്ഞു ടേംസ് പഠിച്ചാൽ മതി. അപ്പൊ ഈ പറയുന്ന മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്തു? 2 മെയിൽ ഗാമേറ്റ്, ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നും 2 മെയിൽ ഗാമേറ്റുകൾ അവിടെ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താവും? അവിടെ ഡീജനറേറ്റ് ചെയ്തു പോകും, അല്ലെങ്കിൽ ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോകും. കാരണം അവിടെ നശിക്കപ്പെടും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് എന്ത് ചെയ്തു? ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും. ഇനി നെക്സ്റ്റ് നടക്കുന്ന എന്തായിരിക്കും? പതിയെ ഈ പറയുന്ന പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആരവിടെ വന്നു? നമ്മളുടെ സ്പേം അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഗാമേറ്റുകൾ അവിടെ എത്തി. എന്നിട്ട് എവിടെ എത്തി? ഓവറിയിലെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്തു? സൈഗോട്ട് ഫോം ചെയ്തു. ഓക്കെ, സൈഗോട്ട് ഫോം ചെയ്തു. ഈ ഒരു സൈഗോട്ട് ഫോം ചെയ്ത പ്രോസസ്സിനെയാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഈസ് ടേംഡ് ആസ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ സൈഗോട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെയിൽ ഗാമേറ്റിന്റെ കഥ തീരുമാനം. ഇനി രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് എന്തുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓവറിയിൽ കാണപ്പെടുന്ന പോളാർ ന്യൂക്ലിയ ഉണ്ട്. ആ പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യും. ഇനി ഇങ്ങനെ സൈഗോട്ട് ഫോം ചെയ്താൽ മാത്രം പോരാ, അങ്ങനെ എന്ത് സംഭവിക്കും? സൈഗോട്ട് പതിയെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് അത് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. ഫൈനലി ആ ഒരു എംബ്രിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സീഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ആയിട്ട് മാറി അതൊരു പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറും. അതേ സമയത്ത് നമ്മുടെ എൻഡോസ്പേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അതൊരു സ്റ്റോർഡ് ഫുഡ് ആയിട്ട് മാറും. അതായത് നമ്മുടെ എംബ്രിയോയ്ക്ക് കറക്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ ഫുഡായിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന എൻഡോസ്പേം മാറും. അപ്പൊ അങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് ആർക്ക് നടക്കുന്നത്? നമ്മുടെ എംബ്രിയോയ്ക്ക് ആര് വഴി? എൻഡോസ്പേം വഴി ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ്, ഇങ്ങനെയാണ് നമ്മളുടെ പ്ലാന്റിൽ എന്ത് നടക്കുന്നത്? സെക്ഷൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷനിലൂടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ജനറേഷനെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ജനറേഷന്റെ കണ്ടിന്യൂറ്റി അവര് അക്കംപ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ ആയിരിക്കും എന്ന് നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും എന്ന് നടക്കുന്ന പ്ലാന്റിന്റെ സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത്രയും നേരം പറഞ്ഞിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. ഗാമേറ്റ്സിന്റെ ഫോർമേഷൻ പറഞ്ഞു, ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്? അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസ് അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീപ്രൊഡക്ഷന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ അസെക്ഷുവലി എങ്ങനെയാണ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഓർഗാനിസം ഈ പറഞ്ഞ റീപ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതുപോലെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അതുപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു, ബാക്ടീരിയയിലെ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ഹൈഡ്രയിലെ എന്താണ്, ഹൈഡ്രയിൽ കാണപ്പെടുന്ന ബഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞാണ് സ്പോറുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ആരിലായിരുന്നു കാണുന്നത്, ഫംഗസിൽ കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ സ്പോറുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. കാരണം അവിടെ എന്താണ്, പ്രത്യേകിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് ആണ് ഈ പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തേക്കുന്നത്, ഇൻവോൾവ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, നമുക്കൊരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി പ്ലാന്റ്സിന് അസെക്ഷൽ മെത്തേഡ് മാത്രമല്ല സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും പോസിബിൾ ആണ്. അത്തരത്തില് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് അവിടെ എന്ത് നടക്കുന്നത്, സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിൽ നടക്കുന്നത്. പോളിനേറ്റേഴ്സിന്റെ ഹെൽപ്പോടുകൂടി എന്ത് നടക്കും, ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് എത്തിക്കും, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ ഒരു പാർട്ട് ആയിട്ടുള്ള എവിടെ, സ്റ്റിഗ്മയിൽ എത്തിക്കും. സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അതിന് കുറെ പോളൻ ഗ്രെയിൻസിന് ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഒരു മെയിൽ ഗ്യാമേറ്റ് വന്നിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും, എഗ്ഗുമായിട്ടും ഫ്യൂസ് ചെയ്യും. ഒരു മെയിൽ ഗ്യാമേറ്റ് പോയിട്ട് പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരെണ്ണം എന്തായിട്ട് മാറും, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത സ്പേം അല്ല, സ്പേം എന്ന് പറഞ്ഞ ടേം ഇവിടെ നമ്മൾ യൂസ് ചെയ്തില്ല. മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, സൈഗോട്ട് ആയിട്ടും മാറും. ആ സൈഗോട്ട് ഫർദർ എന്തായിട്ട് മാറും, ഒരു എംബ്രിയോ ആയിട്ടൊക്കെ മാറും. അതിനുശേഷം നമ്മളുടെ സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പോളാർ ന്യൂക്ലിയയുമായിട്ട് ബൈൻഡ് ചെയ്ത് ആരായിട്ട് മാറും, എൻഡോസ്പേം ആയിട്ട് മാറും. അതൊരു സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതെന്ത് സംഭവിക്കും, അത് ഫൈനലി അതെന്തായിട്ട് മാറും, അത് ഈ പറയുന്ന നമ്മുടെ എംബ്രിയോയ്ക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു എൻഡോസ്പേമിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. പക്ഷെ അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്ത് നമ്മൾ ആ പ്ലാന്റിന്റെ ആ ഒരു സ്ട്രക്ചർ ഒക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് ഇങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഇമാജിനേഷൻ കൊടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം, അതിപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ അടുത്ത് ചോദിക്കാം. എന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Manorama Horizon. Learning made simple.